മറയൂർ കാടുകളിൽ അപൂർവമായി കാണപ്പെടുന്ന അമൂല്യവും വിശേഷപ്പെട്ടതുമായ ചന്ദനമരമാണ് വിലായത്ത് ബുദ്ധ. ഗുണനിലവാരമുള്ള ലക്ഷണമൊത്ത ചന്ദനമരം. ബുദ്ധശില്പങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ ഇനത്തിന് വിലായത്ത് ബുദ്ധ എന്ന പേര് വീണത്. അങ്ങനെയുള്ള വിലായത്ത് ബുദ്ധയെ വീട്ടുപറമ്പിൽ പരിപാലിച്ച് വളർത്തുന്ന മറയൂരിലെ റിട്ടയർഡ് അധ്യാപകനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഭാസ്കരനും ആ ചന്ദനമരം മോഷ്ടിക്കുമെന്ന് ഭാസ്കരൻ മാസ്റ്ററെ പരസ്യമായി വെല്ലുവിളിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഡബിൾ മോഹൻ എന്ന ചന്ദനക്കടത്തുകാരനും തമ്മിലുള്ള പോരാട്ടത്തിന്റെയും പ്രതികാരത്തിന്റെയും സംഭവബഹുലമായ നാൾവഴി ചിത്രമാണ് വിലായത്ത് ബുദ്ധ. ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരം, അയ്യപ്പനും കോശിയും എഴുതി സംവിധാനം ചെയ്ത സച്ചിയുടെ ശിഷ്യൻ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം. പക്ഷെ അയ്യപ്പനും കോശിയുമായി വിലായത്ത് ബുദ്ധയെ താരതമ്യം ചെയ്യാൻ മുതിർന്നാൽ സച്ചിയുടെ തട്ട് താണു തന്നെ ഇരിക്കും. അതാണ് സച്ചിയുടെ മാസ്റ്റർ ക്രാഫ്റ്റ്. അതങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ മേക്കിങ്ങിലും ആവിഷ്കരണത്തിലും മികച്ചത് തന്നെയാണ് സച്ചിയുടെ ശിഷ്യൻ ജയൻ നമ്പ്യാർ നൽകിയ ഗുരുദക്ഷിണ. അയ്യപ്പനും കോശിയും സിനിമയിൽ രണ്ടുപേരുടെ ഈഗോ ക്ലാഷാണ് കഥാസാരം. വിലായത്ത് ബുദ്ധ എന്ന ഒരു ആഗ്രഹത്തെയും അതിന് പിന്നിലുള്ള വേറിട്ട രണ്ട് ലക്ഷ്യങ്ങളെയും മുൻനിർത്തിയുള്ള രണ്ടുപേരുടെ ക്ലാഷാണ് വിലായത്ത് ബുദ്ധ എന്ന ജയൻ നമ്പ്യാർ സിനിമ. രണ്ടും രണ്ടു തരം സിനിമകൾ, രണ്ടു തരം ആവിഷ്കരണങ്ങൾ. ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനനും AVA പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ AV അനൂപും ചേർന്ന് നിർമ്മിച്ച വിലായത്ത് ബുദ്ധയിൽ കൊച്ചു വീരപ്പൻ, സാന്റൽ മോഹനൻ എന്നൊക്കെ നാട്ടിൽ അറിയപ്പെടുന്ന ചന്ദനക്കടത്തുകാരൻ ഡബിൾ മോഹനനായി പൃഥ്വിരാജും ഭാസ്കരൻ മാഷായി ഷമ്മി തിലകനും സ്ക്രീനിൽ ഉദ്വേഗത്തിന്റെയും വൈകാരിക സംഘട്ടനങ്ങളുടെയും തീ പടർത്തുന്നു. മറയൂരിന്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ സജീവ സ്വാധീനമുള്ള ഭാസ്കരൻ മാഷ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നത്തിൽ അകപ്പെടുകയും രാഷ്ട്രീയ വനവാസത്തിലേക്ക് എത്തുകയുമാണ്. അന്നാട്ടിലെ ചന്ദനക്കടത്തുകാരനും മാഷിന്റെ ശിഷ്യനുമായ ഡബിൾ മോഹനൻ ഭാസ്കരൻ മാസ്റ്ററിന്റെ പറമ്പിലെ വിലായത്ത് ബുദ്ധ എന്ന അപൂർവ ഇനം ചന്ദനമരത്തിൽ കണ്ണുവെക്കുന്നു. വിലായത്ത് ബുദ്ധയ്ക്ക് മോഹവില തരാമെന്ന് ഡബിൾ മോഹൻ മാസ്റ്ററെ നേരിട്ട് അറിയിക്കുന്നു. പക്ഷെ ആ മരം തന്റെ മരണം വരെ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നാണ് ഭാസ്കരൻ മാസ്റ്ററുടെ ആഗ്രഹം. ആ ചന്ദനമരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഭാസ്കരൻ മാഷിന് വളരെ വ്യക്തിപരമായൊരു ലക്ഷ്യം തന്നെയുണ്ട്. ഡബിൾ മോഹനനാവട്ടെ വെറുതെ ഒരു മോഹത്തിന്റെ പേരിൽ ചോദിച്ചതല്ല ആ ചന്ദനമരം. അയാൾക്കും അയാളുടേതായ ലക്ഷ്യമുണ്ട്. ഭാസ്കരൻ മാസ്റ്ററും ഡബിൾ മോഹനനും രണ്ട് കഥാപാത്രങ്ങൾ. വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തെ മുൻനിർത്തിയുള്ള ഇരുവരുടെയും വ്യത്യസ്തവും തീവ്രവുമായ രണ്ടാഗ്രഹങ്ങൾ. ഇതാണ് ഇരുവർക്കുമിടയിൽ പോരാട്ടത്തിനും വെല്ലുവിളിക്കും കാരണമാവുന്നത്. ഭാസ്കരൻ മാഷ് വിലായത്ത് ബുദ്ധയെ കാത്തു സൂക്ഷിക്കുന്നത് എന്തിന്? ഡബിൾ മോഹനൻ മാഷിന്റെ പറമ്പിലെ മരത്തിൽ കണ്ണുവെക്കുന്നത് എന്തിന്? ഇതൊക്കെ തിയേറ്ററിൽ നേരിട്ട് അറിയുന്നതാണ് ത്രിൽ. മിന്നൽവള പാട്ടിലൂടെ ഹിറ്റായി നിൽക്കുന്ന പ്രിയമത കൃഷ്ണനാണ് വിലായത്ത് ബുദ്ധയിലെ പൃഥ്വിരാജിന്റെ നായിക. മറയൂരിൽ ശർക്കരയുണ്ടാക്കി വിൽക്കുന്ന നാട്ടുപെണ്ണ് ചൈതന്യം, അതാണ് കഥാപാത്രം. പ്രണയം പൂത്തുലഞ്ഞു നിൽക്കുന്ന തൻ്റെടക്കാരി. ഡബിൾ മോഹനന് ഉടലും ഉയിരും പകുത്തു നൽകിയവൾ. ഒന്നുറപ്പാണ്, അടുത്ത കാലത്തെങ്ങും ഇത്രമേൽ തൻ്റെടമുള്ള ഒരു സ്ത്രീയുടേതായ പച്ചയായ വിചാര വികാരങ്ങളുള്ള ഉറച്ച നിലപാടുകളുള്ള ഒരു നായികാ കഥാപാത്രം നമ്മുടെ സിനിമകളിൽ വന്നിട്ടുണ്ടാവില്ല. ഷമ്മി തിലകന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരവാകുന്ന കഥാപാത്രമാണ് ഇതിലെ ഭാസ്കരൻ മാഷ്. നിരവധി സീനുകളിലും സന്ദർഭങ്ങളിലും തിലകന്റെ അഭിനയ പ്രതിഭയുടെ ജീനെന്ന് വിളിച്ചു പറയുന്ന പ്രകടനം, പൃഥ്വിരാജിനൊപ്പവും ചില സന്ദർഭങ്ങളിൽ അതുക്കും മേലെയും സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന പെർഫോമൻസ്, വിവിധ തരം വൈകാരിക അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രം. അത്തരം ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ഷമ്മി തിലകൻ പൃഥ്വിരാജ് കോംബോ സീനുകളിൽ വേണ്ടുവോളമുണ്ട്. പ്രത്യേകിച്ചും കഥയുടെ രണ്ടാം പകുതിയിൽ ഭാസ്കരന്റെ മകനായ വേഷമിട്ട അനു മോഹൻ, ചൈതന്യത്തിന്റെ അമ്മയെ വേഷമിട്ട രാജശ്രീ നായർ, ഡബിൾ മോഹനന് ചന്ദനക്കടത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന മാരി എന്ന കഥാപാത്രമായി വേഷമിട്ട TJ അരുണാചലം തുടങ്ങിയവരും നിർണായക വേഷങ്ങളെത്തുന്നു. ജേക്സ് ബിജോയുടെ പശ്ചാത്തല സംഗീതവും അരവിന്ദ് കശ്യപും രണദിവയും പകർത്തിയ മറയൂരിന്റെ വന്യഭംഗിയും വിലായത്ത് ബുദ്ധയ്ക്ക് മാസ് പരിവേഷം പകരുന്നു. ഓരോരോ ജീവിതാവസ്ഥകളിൽ മനുഷ്യർക്കുണ്ടാകുന്ന പകയും പ്രതികാര മനോഭാവങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമെല്ലാം മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്ന ജീവിതാവസ്ഥകളിൽ വ്യക്തികളെ മാനസാന്തരത്തിന് വിധേയമാക്കാം എന്നൊരു ചിത്രം കൂടി വിലായത്ത് ബുദ്ധ പങ്കുവയ്ക്കുന്നുണ്ട്. ബുദ്ധം ശരണം ഗച്ഛാമി, അതാണ് സിനിമയുടെ കഥാമർമ്മം. കഥയിലെ സസ്പെൻസും ട്വിസ്റ്റുമൊക്കെ തിയേറ്ററിൽ നേരിട്ടറിയുന്നതല്ലേ ത്രിൽ.